മാലിന്യമുക്ത പഞ്ചായത്ത് എന്ന ലക്ഷ്യമിട്ട ഇരട്ടയാറ്റിൽ 50-ലധികം ആളുകൾ ഒന്നിച്ചിറങ്ങിയപ്പോൾ പൊതുസ്ഥലങ്ങളിൽ നിന്നും ഒരു ദിവസം കൊണ്ട് ശേഖരിച്ചത് 15 ടണ്ണിലധികം പ്ലാസ്റ്റിക് മാലിന്യം. ഇനി പാതയോരങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞാൽ കനത്ത പിഴ നൽകേണ്ടി വരുമെന്ന സൂചന നൽകിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. ക്യാമ്പയിന്റെ ഭാഗമായാണ് ഇത്രയധികം മാലിന്യം ഒരു ദിവസം കൊണ്ട് ശേഖരിച്ചത്. നത്തുകല്ലിൽ മാലിന്യം തള്ളിയ വ്യക്തിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം 5000 രൂപ പിഴ ഈടാക്കിയിരുന്നു. കഴിഞ്ഞ 3 മാസത്തിനിടെ നിയമലംഘനം കണ്ടെത്തിയ 15 പേരിൽ നിന്നായി 61,000 രൂപ പിഴ ഈടാക്കി. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി കുടുംബശ്രീ, വിവിധ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ സംഘടനകൾ, ഓട്ടോ ടാക്സി തൊഴിലാളികൾ, വ്യാപാരി വ്യവസായികൾ എന്നിവരുടെ സഹകരണത്തോടെയായിരുന്നു ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് അംഗങ്ങൾ, CDS, ഹരിത കേരളം മിഷൻ എന്നിവരുടെ നേതൃത്വത്തിൽ അയൽക്കൂട്ട യോഗങ്ങളും സംഘാടക സമിതിയും രൂപീകരിച്ചാണ് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത്. കഴിഞ്ഞ ദിവസം പഞ്ചായത്തിലെ പാതയോരങ്ങൾ വെട്ടിത്തെളിച്ചും പൊതുയിടങ്ങളിലെ മാലിന്യങ്ങൾ തരംതിരിച്ച് ശേഖരിച്ചുമായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ഇങ്ങനെയാണ് ഒറ്റ ദിവസം കൊണ്ട് 15 ടൺ മാലിന്യം ശേഖരിച്ചത്. രാജ്യാന്തര സീറോ വേസ്റ്റ് ദിനമായ മാർച്ച് 30-ന് സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നതെന്ന് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ പറഞ്ഞു. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വലിച്ചെറിയുന്നതെല്ലാം കളക്ട് ചെയ്യുന്നുണ്ട്. ജനങ്ങളെല്ലാം വലിയൊരു ക്യാമ്പയിനായി ഏറ്റെടുത്തപ്പോൾ അത് 2 ദിവസക്കാലമായി നമ്മളത് കളക്ട് ചെയ്ത് ഓരോ സൈഡുകളിൽ കെട്ടിവെച്ചതെല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇപ്പോൾ 15 ടണ്ണ് മുകളിലാണ് ഇപ്പോൾ പ്ലാസ്റ്റിക് നമ്മളിവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾ അത് കഷ്ടപ്പെട്ട് അത് ഓരോ കെട്ടുകളായി വണ്ടിയിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി മുന്നോട്ട് വലിയൊരു തുടക്കമായി വലിയൊരു ക്യാമ്പയിനായി മുന്നോട്ട് പോവുകയാണ്. എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ 5 വർഷം കൊണ്ട് 406 ടൺ മാലിന്യങ്ങളാണ് പഞ്ചായത്ത് പരിധിയിൽ നിന്നും ശേഖരിച്ച് ശാസ്ത്രീയമായി തരംതിരിച്ച് കൈമാറിയത്. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ 2 ബെയിലിംഗ് മെഷീനുകളാണ് പഞ്ചായത്തിന്റെ മെറ്റീരിയൽ റിക്കവറി സംവിധാനത്തിനുള്ളത്. മെഗാ ശുചീകരണത്തിന് തുടർപ്രവർത്തനമായി 10 സ്ഥലങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താനാണ് പഞ്ചായത്തിന്റെ തീരുമാനം. കൂടാതെ വിവിധ സ്ഥലങ്ങളിൽ ബോട്ടിൽ ബൂത്ത് ബിന്നുകൾ സ്ഥാപിക്കും. മാലിന്യം തള്ളുന്നത് കണ്ടെത്താൻ പഞ്ചായത്ത് തല വിജിലൻസ് സ്ക്വാഡ് പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്.